ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളിവിടെ കണ്ടപ്പോൾ അറിയാലോ അല്ലെ, കിയന്റെ ഷോറൂമിലാണ്. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ പുതിയ സെൽട്ടോസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെൽട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു വികാരം തന്നെയാണ് അല്ലെ. എന്താണ് ഫീച്ചർ എന്ന് നമുക്ക് കാണിച്ചെന്ന വണ്ടിയാണ്. സെൽട്ടോസ് ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രത്തോളം വണ്ടിയിൽ ഫീച്ചേഴ്സ് വന്നത് കേട്ടോ. നമ്മുടെ ഈ സെഗ്മെന്റ്, അതായത് ക്രെറ്റ, അതേപോലെ ഒരുപാട് ആൾക്കാർ വാഴുന്ന ഈ സെഗ്മെന്റിലേക്ക് ഇത്രത്തോളം ഫീച്ചർ ആയിട്ട് വന്നിട്ടുണ്ട്. സെൽട്ടോസ് ഇപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ സെൽട്ടോസിൽ പുതിയ അപ്ഡേറ്റ് വേണമെന്നാ. കാരണം ഇത്രത്തോളം ഫീച്ചറുള്ള വേറൊരു വണ്ടി ഇല്ല കേട്ടോ. പുതിയ സെൽട്ടോസ് എന്താ എങ്ങനെയാന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ ലുക്കിലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് വന്നിട്ടുണ്ട്. ഹായ് ബ്രോ. താങ്ക്സ് ബ്രോ. അപ്പൊ അവരുടെ പേരെന്തായിരുന്നു? അപ്പൊ വൈശാഖും കൂടി കിയന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയാണ്. അപ്പൊ വൈശാഖ് ബ്രോ, എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെയാണ് ചേഞ്ചസ്? നമുക്ക് 26 മോഡൽ വന്നതെന്ന് നമുക്ക് ഈ സ്റ്റാർ മാപ്പ് LED DR വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ ഒരു LED ഹെഡ്ലാമ്പ് സെറ്റപ്പ് വരുന്നത്. ഇതൊക്കെ ബേസ് മോഡൽ മുതൽ വരുന്നത്. ബേസ് മോഡൽ മുതൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഇത് 17 ഇഞ്ചിന്റെ അലോയ് ആണ്. ഓൾ ദ വേ 18 വരെ നമുക്ക് വരുന്നുണ്ട്. 18 ഇഞ്ച്. ഈ അലോയ് പാറ്റേൺ ഒക്കെ വ്യത്യാസമാണ്. ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ചേഞ്ച് ആവും. തീർച്ചയായിട്ടും മാറാം. പിന്നെ നമുക്ക് ബോഡി കളേർഡ് ആയിട്ടുള്ള മിറേഴ്സ് ആണ് വരുന്നത്. അതിൽ ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ഈ സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് ആണ്. ഓട്ടോമാറ്റിക് സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ്. അത് അങ്ങനെ തന്നെ നമുക്ക് പറയാം. വേറൊരു വെഹിക്കിളിന് പോലും ഈ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മളാരും തൊടുന്നില്ല. ഇല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ചെറിയ കൺഫ്യൂഷൻ ഉള്ള പാർട്ടാണ്. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞതായിരുന്നു, ചില വണ്ടികൾ നമുക്ക് ഇതിവിടെ അങ്ങനെ പ്രസ് ചെയ്യണം. ബുദ്ധിമുട്ടുള്ള രീതിയിൽ പറയാൻ, അതാണ് കമ്പനി ഈ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഞാൻ ഇത് ഫുള്ള് കവർ ചെയ്യുന്നതിന്റെ കുറച്ച് ബാക്കോട്ട് പോകാം. തീർച്ചയായും പഴയ സെൽട്ടോസ് ആയിട്ട് നമുക്ക് 95 mm ലെങ്ത് മാറിയിട്ടുണ്ട്. 4460 ആണ് നമ്മളെ എന്ത് വരുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സെഗ്മെന്റിൽ ഏറ്റവും വലിയ വണ്ടിയായിട്ട് നെക്സ്റ്റ് കോംപ്ലീറ്റർ ആയിട്ട് വരെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ലെങ്ത് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ലാസ്റ്റ് ജനറേഷനിൽ നമുക്ക് 190 mm ആയിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇപ്പൊ നമുക്കത് 200 ആയിട്ട് മാറിയില്ല. അത് നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ വെച്ചിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പൊ ഈ അവിടെയും കേട്ടു എന്ന് വേണം. തീർച്ചയായും. അപ്പൊ ഇനി നമ്മുടെ ബാക്ക് സൈഡിലേക്കാണ് പഴയതായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. നമുക്ക് കണക്ടിങ് ടെയിൽ ലാമ്പ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആ കണക്ടിങ് ടെയിൽ ലാമ്പിന്റെ ഉള്ളിൽ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് റിവേഴ്സ് ക്യാമറ വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ടുള്ള നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പോയിലറാണ്. ഇത്രയും വലിയൊരു സ്പോയിലറാണ്, ബൾക്കി സ്പോയിലറാണ് വരുന്നത്. ഓക്കെ. അത് ഇന്റഗ്രേറ്റ് ആയിട്ട് ഈ സ്പോയിലർ നമുക്ക് ഈവൻ ബേസ് മോഡൽ മുതൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ നമ്മുടെ വൈപ്പേഴ്സ് വരുന്നത് ഹിഡൻ വൈപ്പേഴ്സ് ആണ്. ആരും കാണിക്കുന്നില്ല. ഓക്കെ. അപ്പൊ അതെനിക്ക് ഈ ബേസ് മോഡൽ എടുത്തിട്ട് ആൾക്ക് സങ്കടം വേണ്ട, കുറച്ചും പാടി യൂസ്ഫുൾ ആണ്. ഈവൻ പുറന്ന ഒരാൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബേസ് മോഡൽ ആണോ ഫുൾ ഓപ്ഷൻ ആണോ എന്നുള്ളത് അറിയാം. കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട നമ്മുടെ ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് പുതിയ സെൽട്ടോസിൽ ഒരു 447 ലിറ്ററിന്റെ ഒരു ബൂട്ട് സ്പേസ് ആണ്. 447. നമ്മൾ പഴയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഴയത് 430 ആണ്. ഏകദേശം ഒരു 17 ലിറ്ററിന്റെ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ചോദിക്കാൻ പോവായിരുന്നു. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് നമുക്ക് വരുന്നത്. ഈ കസ്റ്റമേഴ്സിന് ലഗേജും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അപ്പൊ എടുക്കാനൊക്കെ സുഖമായിരിക്കും. കാരണം ഇത് വാങ്ങുന്നത് നമ്മളെല്ലാരും എന്തായാലും ഒരു 30 ആ റേഞ്ചിലായിരിക്കുമല്ലോ. അതിൽ പ്ലസ് ആയിരിക്കാം ഒബ്വിയസ്ലി. അപ്പൊ അവർക്കൊക്കെ ഒരു സുഖമായിരിക്കും തന്നെ. അപ്പൊ ഞാൻ ഇന്ത്യയിൽ കയറിയിട്ട് സർപ്രൈസ് ആയി പോയിരിക്കും കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ പഴയ സെൽട്ടോസിന്റെ ഉള്ളിൽ കയറുന്ന പോലെ ഇല്ലല്ലേ. അല്ല, നമുക്ക് പഴയ സെൽട്ടോസ് ആയിട്ട് നമുക്ക് ഈവൻ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഫുൾ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റ് ഹൈറ്റ് പൊസിഷൻ മാറിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ കീയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈവൻ കീ വരെ ചേഞ്ച് ആയിട്ടുണ്ട്. അതെ, യൂണിക് ആയിട്ട് കുറച്ച് വെയിറ്റ്ലെസ് ആയിട്ട് കീ ആണ്. തീരെ വെയിറ്റ് ഇല്ല. അതാണ് നോട്ടീസ്. അറിയില്ല. അതെ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ഇനി ഇന്റീരിയറിന്റെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു. നമുക്ക് ഓൾ ന്യൂ ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് ആണ് വന്നത്. ഓക്കെ. മുകളിലും കട്ട് വരും, താഴത്തും. അതാണ് നമ്മളെ ഈ ഡബിൾ ഡി കട്ട്. കുറച്ചും പാടി സ്പോർട്ടി ആയി ഈസി ടു ഹോൾഡ് ആണ്. നമുക്ക് ഈസി ഡ്രൈവ് ചെയ്യാനൊക്കെ കുറച്ചും പാടി ഈസി ആയിട്ട് നമുക്ക് സ്ലിപ്പ് ആവില്ല. മെയിൻ ആയിട്ട് ഈ ഡബിൾ ഡി കട്ടിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ആവില്ല നമ്മൾ ടേൺ ചെയ്യുമ്പോഴൊന്നും. അതാണ് നമുക്ക് വരുന്നത്. അതിൽ അത്യാവശ്യം വേണ്ട നമുക്ക് ക്രൂസ് കൺട്രോൾ, അതേമാതിരി തന്നെ നമുക്ക് മീഡിയ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡ്സും ട്രാക്ഷൻ കൺട്രോളും നമുക്ക് എവിടെയാണ് വരുന്നത്? നമ്മളെ ഈ സ്റ്റിയറിംഗിന്റെ മുകളിൽ തന്നെ. അപ്പൊ ഈ സൈഡ് നമുക്ക് ശ്രദ്ധ തെറ്റൂല. നമുക്ക് മെയിൻ ആയിട്ട് ഡ്രൈവിംഗിന്റെ ഒരു ശ്രദ്ധ, ഡ്രൈവർക്ക് വേറെ ഇതിലേക്ക് ശ്രദ്ധ തെറ്റേണ്ട ഒരു ആവശ്യം നമുക്ക്. അതെ, തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം നമ്മളെ ഈ ഒരു സ്ക്രീനിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ശരിക്കും ഫുൾ ഓപ്ഷനിലേക്ക് വരുന്നത് ഒരു ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ്. അതെ, തീർച്ചയായിട്ടും. 12.25
12.25 ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഒരു 12.25 നമുക്കൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പിന്നെ ഒരു 5 ഇഞ്ചിന്റെ AC-ന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു AC ക്ലസ്റ്റർ. അതെ, അത് നമുക്ക് ഇതൊരു HTK ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു മിഡിൽ വേരിയന്റ് അതിനെ കൊണ്ടാണ് നമുക്ക് ആ ഒരു 5 ഇഞ്ചിന്റെ എന്ത് വരാത്തത്, നമുക്ക് ആ ഒരു ഡെഡിക്കേറ്റഡ് സ്ക്രീൻ വരാത്തത്. അതെ, നമ്മൾ AC വെൻസും കാര്യങ്ങളൊക്കെ ഡെഡിക്കേറ്റഡ് ആ ഒരു സ്ക്രീൻ ത്രൂവും നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ ഫിസിക്കൽ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതെ, എല്ലാവർക്കും ആ ഒരു ടച്ച് സ്ക്രീനിലേക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളെ കീ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡെഡിക്കേറ്റഡ് സ്ക്രീനും കൊടുത്തിട്ടുണ്ട്, ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഒരു പുതിയൊരാൾ വണ്ടിയിലേക്ക് കയറി വരുമ്പം നമ്മൾ ഡെഡിക്കേറ്റഡ് സ്ക്രീൻ ആകുമ്പോൾ ആൾക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് ഒന്നും വരുന്നില്ല, നമുക്ക് ആ ഒരു ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. അതേപോലെ നമുക്ക് വോളിയം ബട്ടൺ നമുക്ക് വരുന്നത് ഈ ഒരു തരത്തിലാണ് വരുന്നത്. അതെ, ഒരു റോളിംഗ് ബട്ടൺ ആണ് വരുന്നത്. ഈസിയാണ്, നമ്മൾ റോഡിൽ നിന്ന് കണ്ണെടുക്കാതെ ചെയ്യാൻ പറ്റും. അതെ, ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവർ കെയർലെസ് ആയിട്ട് ഒരു ഓടിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ഇതിലേക്ക് വരുന്നില്ല. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ പിന്നെ ചാർജിങ്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതെ, നമ്മുടെ എ ടൈപ്പ് എന്ന് പറയുന്നത് സിയിലേക്ക് മാറി. അത് നമുക്ക് 3 ഫോൺസ് ഒരേ ടൈമിൽ ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് 3 ചാർജിങ് സ്ലോട്ട്സ് നമുക്ക് സി ടൈപ്പ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 സ്ലോട്ട്സ് നമുക്ക് റിയറിൽ വരുന്നുണ്ട്. മൊത്തം 5 സ്ലോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് കാര്യങ്ങൾ. അതെ, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയതിനെ കൊണ്ട് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് പാർക്കിംഗ് സെൻസേഴ്സ്, ഫ്രണ്ട് നമ്മൾ 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺ ആണ്. നമ്മൾ ബമ്പർ ടൊമ്പറൊക്കെ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അതിന് വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ക്യാമറേന്റെ നമുക്ക് എന്തെങ്കിലും ബാക്കിലുണ്ടോ എന്നുള്ള അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു നെക്കി കഴിഞ്ഞാൽ ക്യാമറ നോക്കി ആ ഒരു ബട്ടണിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് റിവേഴ്സിൽ ഇടേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, പിന്നെ അത്യാവശ്യം നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. ഓക്കെ, ഈവൻ ഒരു 30 lakhs അബവ് കാറിന് വരെ ഇത്ര ക്ലാരിറ്റി ഇല്ല. അതാണ് സത്യം. നമ്മളെ ഫോണിൽ എടുക്കുന്ന ഒരു ക്യാമറയുടെ ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ വരുന്നത് ഫ്രണ്ടിലത്തെ 2 സീറ്റ്സും നമുക്ക് വെന്റിലേറ്റഡ് ആണ് വരുന്നത്. അതിന്റെ സ്വിച്ചസ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. അതെ, ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഈ ഡ്രൈവർ സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു ഡ്രൈവറെ ബുദ്ധിമുട്ടുകാരെ തന്നെ കോ പാസഞ്ചർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറ്റ് വെന്റിലേഷൻ ഓണും ഓഫും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പ് അഡ്ജസ്റ്റിംഗ് ഉണ്ട്, ലെവൽ 1 ലെവൽ 2 അഡ്ജസ്റ്റ്മെന്റ്സ്. എനിക്ക് തോന്നുന്നത് മിഡ് ഓപ്ഷനിലല്ലേ കൊടുക്കാൻ, മിഡ് ഓപ്ഷനിലല്ലേ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻസിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ വെന്റിലേഷൻ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളിൽ നിന്നുള്ള ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ വണ്ടി എങ്ങനെ നമുക്ക് ഹാൻഡ് ബ്രേക്കിൽ ഇടാൻ പറ്റുക? ഹാൻഡ് ബ്രേക്ക് നമുക്ക് റൈറ്റ് സൈഡ് ഡ്രൈവർ സൈഡിലാണ് വരുന്നത്. അതിൽ നമുക്ക് ക്ലിക്ക് ഓഫ് എ ബട്ടൺ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആവും. ഇത് ഏതാണ് വേരിയന്റ് വരുന്നത്? ഇത് നമുക്ക് HTK ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു മിഡിൽ വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ഓപ്ഷൻ മിഡിൽ വേരിയന്റിലാണ് ഇത്രത്തോളം ഫീച്ചർ. അതെ, മിഡിൽ വേരിയന്റിൽ തന്നെ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. ഞാൻ സത്യം പറയാം, ഞാൻ വിചാരിച്ചത് ടോപ്പ് എൻഡിൽ ഏതോ ഇരിക്കുന്ന എക്സലോ അല്ലെങ്കിൽ HDXോ അങ്ങനെ ഇത് മിഡിൽ ഓപ്ഷൻ ആണ്. ശരിക്കും മിഡിൽ ഓപ്ഷൻ ആണ് ഇത്. ഇത്രയും ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് പൊളിച്ചു, അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യപ്പെട്ട കാര്യങ്ങൾ. ഞങ്ങൾ ബാക്ക് സീറ്റിലും കൂടി ഇരുന്ന് നോക്കാം എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ടും കാര്യങ്ങളൊക്കെ. നമുക്ക് ലെങ്ത് 95 mm കൂടിയതിന്റെ ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് വന്നത് റിയറിലേക്കാണ്. റിയറിൽ നമുക്ക് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അതേപോലെ ഷോൾഡർ റൂമും ഒക്കെ മൂന്നാൾക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും. ഇതാണ് പറഞ്ഞ ആ കാര്യം അല്ലേ, സ്പേസ് കൂടി എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ലെഗ് സ്പേസ് കൂടിയിട്ടുണ്ടല്ലേ. നമ്മളൊന്ന് കയറി ഇരുന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് ഷോർട്ടാണ്, പക്ഷെ ബ്രോ കുറച്ച് അത്യാവശ്യം മുന്നിൽ ബ്രോ ബാക്കൗട്ട് ഇട്ടല്ല. അതെ, ഞാൻ മാക്സിമം ഇട്ടാ തോന്നുന്നു. ഇത് മാക്സിമം നമ്മുടെ ഡ്രൈവർ സീറ്റ് ബാക്കൗട്ട് ഇട്ടാണ്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസോളം നമുക്ക് കിട്ടുന്നത്. ഇത്ര സ്പേസ്, അതെ, ഈ ഒരു സ്പേസോളം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല തൈ സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. സോ ലോങ് ജേർണീസിലൊക്കെ നമുക്ക് റിലാക്സ് ആയിട്ട് യാത്ര. എനിക്ക് തോന്നുന്നു മറ്റേ ഊരക്കൊരു സപ്പോർട്ടുള്ള പോലെ ലംബാർ സപ്പോർട്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ പഴയ മോഡലിനെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ടല്ലേ. കാരണം ഇതിപ്പോ നമ്മൾ നോർമൽ ഇതിൽ ഇട്ടാട്ടോ, എനിക്ക് ഇത്രത്തോളം സ്പേസ് ഉണ്ട്. ബ്രോ ഏറ്റവും കൂടുതൽ എക്സ്ട്രീം ബാക്കോട്ട് ഇട്ടാൽ നമ്മൾ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇട്ടതാണ്. എന്നിട്ട് വരെ ഇത്ര സ്പേസ് ഉണ്ട് ഇരിക്കാൻ. ഇവിടെ എനിക്ക് വളരെ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണിച്ചു തരാം, നല്ല സുഖമുണ്ട് ഇരിക്കാൻ. സോ ബാക്കിലാണെങ്കിലും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ ഒരാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ നടുവിലിരിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു തട്ടൊന്നുമില്ല. പക്ഷെ 4 ആൾക്കാരാണെങ്കിൽ
ഡെഫിനറ്റ്ലി ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ടണൽ വളരെ ചെറുതാണ്, ഈസി ആയിട്ട് നമുക്ക് തേർഡ് പാസഞ്ചർ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. അതേപോലെ തന്നെ വേറെ ഡൗട്ട് ഉണ്ടാവും, നമ്മളെ ചാർജിങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2 ചാർജിങ് സ്ലോട്ട്സ് വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെയല്ല വരുന്നത്, നമ്മളെ ഈ ഒരു ഡ്രൈവർ സീറ്റിന് കോ ഡ്രൈവർ സീറ്റിന് സൈഡിലായിട്ടാണ് നമുക്ക് വരുന്നത്. ഇവിടെയാണ് ഈസി ആയിട്ട് നമുക്ക് പണ്ടത്തെ വേറെ വെഹിക്കിൾസ് ഒക്കെ നമുക്ക് താഴത്ത് മുകളിലേക്ക് കിട്ടും. ഇതതില്ല, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോണില് ഇപ്പത്തെ ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് അതിന്ന് ചാർജ് ചെയ്യാൻ പറ്റും. അതേപോലെ അതേപോലെ ചാർജിങ് വെൻസ് നമുക്ക് നിലക്ക് ബാക്കത്തെ പാസഞ്ചേഴ്സിന് ഈസി ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളെ ഈ ഒരു വിൻഡോ കർട്ടൻസ് ആണ്. സോ നമുക്ക് കസ്റ്റമേഴ്സിന് ഒരു പ്രൈവസി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പിന്നെ മെയിൻ ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്, ആക്സറീസോ കാര്യങ്ങളൊന്നുമല്ല, ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മളെ ഈ ഒരു വിൻഡോ ലൈനിന്റെ കാര്യമാണ്. നമുക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. സോ നമുക്കൊരു കസ്റ്റമേഴ്സിന് എന്താണ് വൊമിറ്റിംഗ് ടെൻഡൻസി കാര്യങ്ങളുള്ള എഫക്ട് ഉണ്ടാവില്ല, നമുക്ക് ഒരു എയറി ഫീൽ കിട്ടും. സോ ഈസി ആയിട്ട് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ലോങ് ഡ്രൈവ്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടത്താൻ പറ്റും. എനിക്ക് ആ സ്പേസ് കൂടിയതിന്റെ കാര്യം ക്യാബിനിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അല്ലേ? അതെ. പിന്നെ നമ്മൾ ഈ ഒരു പെനോറമിക് സൺറൂഫും അത് നല്ലൊരു ഫീൽ നൽകും. അത് ഏത് മോഡൽ മുതലാണ്? നമുക്കൊരു മിഡിൽ ഓപ്ഷൻ മുതൽ HTK ഓപ്ഷൻ മുതൽ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം സെൽറ്റോസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയത്തിൽ വേറെ എന്തൊക്കെയായിരുന്നു, നമ്മൾ എത്ര വേരിയൻസ് ഉണ്ടായിരുന്നു? നമുക്ക് മൊത്തം 40 വേരിയൻസ് 40 വേരിയൻസ് വരുന്നുണ്ട്. 10-29 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ ഏകദേശം 26 ലക്ഷം രൂപ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഏതൊരു കസ്റ്റമേഴ്സിനും സെൽറ്റോസ് വേണമെന്നുള്ളൊരു കസ്റ്റമറിന് ഒരു 13 ലാക്സിന് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 13 ലാക്സ് എന്ന് പറയുന്നത് ഓൺ റോഡ് പ്രൈസ് ആണ്. 13,29 ഈ ഇത്ര അടിപൊളി കാര്യങ്ങളൊക്കെ വന്ന് 13,29 സ്റ്റാർട്ട് ചെയ്യുന്നത് അപ് ടു 26 ലാക്സ് വരെ ഫുൾ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് HTX വേരിയന്റ് മുതൽ നമുക്ക് ADAS ലെവൽ 2 വരുന്നുണ്ട്. കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് 24 ഓട്ടോണമസ് ഫീച്ചേഴ്സ് ADAS ലെവൽ 2 വരുന്നുണ്ട്. അതെ. പിന്നെ എനിക്ക് ബേസ് മോഡൽ മുതലേ നമുക്ക് ഓട്ടോമാറ്റിക് ബേസ് മോഡൽ മുതൽ എക്സ്പെഷ്യലി നമുക്ക് ബേസ് മോഡൽ മുതൽ നമുക്ക് എന്ത് ചെയ്ത് ഓട്ടോമാറ്റിക് ഇപ്രാവശ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 16 ലക്ഷം മുതലാണ് നമ്മളെ പെട്രോൾ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക് വേണ്ട ആൾക്കാർ ഓപ്റ്റ് ചെയ്യാൻ ഈസിയായി. വലിയ വണ്ടിയുണ്ട്. അതെ, ഓട്ടോമാറ്റിക്. പിന്നെ നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് 1.5 നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1.5 ടെർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. പിന്നെ നമ്മളെ സുപരിചിതമായ ഒരു 1.5 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. അതെ, ഡീസലാണ് അതിലൊരു പവർ. അതെ, ഡീസൽ ഒരു മിനി റോക്കറ്റ് എന്നാണ് കസ്റ്റമേഴ്സ് ഒക്കെ വിളിക്കാറ്. നല്ല പഞ്ചി ഫീലും ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് തരുന്ന ഒരു എഞ്ചിനാണ് ഒരു 1.5 എഞ്ചിൻ വരുന്നത്. അതെ. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കൂടുതൽ കാര്യങ്ങളുള്ളത്. നമുക്കറിയാം വീഡിയോ ലെങ്ത് കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ബഷാദ് ബ്രോനെ വിളിക്കുക, DKHലേക്ക് കോൺടാക്ട് ചെയ്യുക. എനിക്കൊന്ന് മലബാർ ഏരിയയിൽ നിങ്ങൾ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ നമ്മൾ DKH ആണ് ഗ്രൂപ്പ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. പുള്ളിയുടെ നമ്പർ എന്തായാലും കൊടുത്തേക്കാം. ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യൂ. പുള്ളി സാധനമാണ്. നമ്മള് ഇഷ്ടപ്പെട്ടു പുതിയ സെൽറ്റോസ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. പുതിയ സെൽറ്റോസ് എടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ടാഗ് ചെയ്തേക്കോട്ടോ. അപ്പൊ താങ്ക് യു, ബൈ.